ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ട സ്ഥലമാണ് കേട്ടോ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ റാണിപുരം എന്ന് പറയുന്ന ഹിൽ ടോപ്പ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ക്ലൈമറ്റ് മാറി മറിയുന്ന മഴയും വെയിലും കോടയൊക്കെ മാറി മാറി വരുന്ന ഒരു കിടിലൻ സ്ഥലമാണ് കേട്ടോ റാണിപുരം. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് 63 രൂപയ്ക്ക് KSRTC ബസ്സിൽ നമുക്ക് പോകാം എന്നാണ് ഇന്നത്തെ നമ്മുടെ യാത്ര പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. മച്ചവരെ കേട്ടോ, കൊടുങ്കാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ റാണിപുരം. കാസർഗോഡ് ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ് ഈ സ്ഥിതി. അവിടത്തേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇവിടെ എങ്ങനെ വരാം ഫുൾ ഡീറ്റെയിൽസ് മുഴുവനായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ട്രക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും വൈകുന്നേരം 6:30 എടുക്കുന്ന ഈ ഒരു മാവേലി എക്സ്പ്രസ്സിലാണ് ഞാൻ ഈ കാസർഗോഡ് ജില്ലയിലെ കാനങ്ങാട് വന്നിറങ്ങിയത്. കാനങ്ങാട് നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറിയാൽ നമുക്ക് ഈ കാണുന്ന നമ്മുടെ റാണിപുരത്തേക്ക് പോകുന്ന ബസ്സുകൾ നിർത്തുന്ന ഈ ഒരു സ്ഥലത്ത് എത്താം. 7:50 ആകുമ്പോൾ നമുക്ക് പോകാനുള്ള റാണിപുരം ബസ് വരും കേട്ടോ. ബസ്സിൽ കണ്ടോ അധികം തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ബസ്സിൽ കയറി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ. റാണിപുരത്തേക്ക് 63 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മുടെ കാനങ്ങാട് നിന്നും. ഈ കാണുന്നതാണ് കേട്ടോ പത്തനടി എന്ന് പറയുന്ന റാണിപുരത്തേക്ക് പോകുമ്പോൾ ഉള്ള അവസാനത്തെ ടൗണ്. ഇവിടെ നിന്ന് നമുക്ക് KSRTC ബസ് ഒരു ദിവസം 2 ഉള്ളൂ. കണ്ടോ സൈഡിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. റാണിപുരം എക്കോ ടൂറിസം ആന ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജീപ്പും ഇതുവരെ പത്തനംതിട്ട വരെ നമുക്ക് ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകളുണ്ട്. ഇവിടുന്ന് റാണിപുരത്തേക്ക് ബസ്സുകളൊന്നുമില്ല. KSRTC ബസ് ഒരു ദിവസം 2 സർവീസും, രാവിലെ 1 വൈകിട്ട് 1, അതിനുശേഷം ജീപ്പ് സർവീസാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മുടെ കാഴ്ചകളെല്ലാം ആരംഭിക്കുന്നത്. എന്നാലും ഞാൻ അധികം കാഴ്ചകൾ ഇവിടെ നിന്ന് കാണിക്കുന്നില്ല. അവിടെ ട്രക്കിങ്ങിന് അവിടെ പോയിട്ടാണ് മെയിൻ കാഴ്ചകൾ. പോകുന്ന വഴിയിലുള്ള കുറച്ച് എനിക്ക് രസകരമായി തോന്നിയ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റാണിപുരത്ത് എത്തിയിട്ടുണ്ട്. ബസ് ഇവിടെ സൈഡാക്കി. ഇവിടെ നമ്മൾ കുറച്ച് ദൂരം മുകളിലോട്ട് നടന്നു പോകുമ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ക്യാഷ് സ്വീകരിക്കത്തില്ല. ഗൂഗിൾ പേയോ അല്ലെങ്കിൽ നമ്മൾ കാർഡ് പേയ്മെൻറ്റോ ചെയ്യണം. ടിക്കറ്റ് എടുത്താൽ നമ്മൾ നേരെ പോകുന്നത് ഈ കണ്ടോ റാണിപുരം എക്കോ ടൂറിസം ഈ ഒരു ആർച്ച് വഴി നമ്മൾ നേരെ അകത്തോട്ട് നമ്മൾ ട്രക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ ഈ ഒരു ഫോറസ്റ്റോട്ട് നമ്മൾ എൻട്രി ആവുകയാണ്. പക്ഷേ അവരപ്പോൾ ട്രക്കിംഗ് പറഞ്ഞ് കുറച്ച് കയറി സംഭവം ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കർണാടകയാണ് കേട്ടോ. ഇത് കാസർഗോഡിൻ്റെ ഒരു എൻഡ് ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ആദ്യം ഞാനാണെന്ന് തോന്നുന്നു. 4 പേരെ കണ്ടു. രണ്ട് കപ്പിൾസിനെ കണ്ടു. 2 അപ്പോൾ 4 ആയില്ലേ, 4 പേര്. അവർ പറഞ്ഞു ഇങ്ങോട്ടാരും പോയിട്ടില്ലെന്ന് തോന്നുന്നു. അവിടെ ചെക്ക് പോസ്റ്റിൽ പേരും ഡീറ്റെയിൽസൊക്കെ കൊടുത്തു. അപ്പോൾ അവരാണ് ആദ്യത്തെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെന്ന് കയറിപ്പോവാണ്. ആനപ്പിണ്ടൊക്കെ കണ്ടു കേട്ടോ. മരത്തിൻ്റെ ഒടിക്കുന്ന സൗണ്ട് കേട്ടു. ഞാൻ വിചാരിച്ചു അത് കുരങ്ങനായിരുന്നു. ആനയെന്ന് അവരും പേടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവരെന്നെ തള്ളി ഫ്രണ്ടിലോട്ട് വിട്ട് ഇങ്ങനെ ഫുള്ള് നിശബ്ദത. അത്യാവശ്യം നല്ല തണുപ്പ്, സൂപ്പർ കേട്ടോ. ഓക്കെ, വ്യൂ ഉണ്ടോ ഫുള്ള് കാട്ടിൽ ഇടയിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും അവസാനം വ്യൂ പോയിൻ്റായിട്ടുള്ള യാത്രയാണ്. ഇവിടെ വാട്ടർ ബോട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 20 രൂപ വാങ്ങും കേട്ടോ ഒരു കുപ്പി വെള്ളത്തിന്. പക്ഷേ തിരിച്ച് ആ കുപ്പി നമ്മൾ അവിടെ കൊണ്ട് കാണിക്കുമ്പോൾ അവർ നമുക്ക് ആ പൈസ റിട്ടേൺ തരും. പുള്ളിപ്പുലിയും പിന്നെ ആനയും ഇവിടെ കുറച്ച് ശല്യം കൂടുതലെന്നാണ് പറഞ്ഞു കേട്ട്. മരത്തിലൊക്കെ കുറേ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഏത് മരമെന്നൊക്കെ. എന്തായാലും കുറച്ചൊരു ഇങ്ങനത്തെ കാടാണ്. ജീവൻ്റെ ആ ഒരു സൗണ്ടും എനിക്ക് ഒരു ചെറിയൊരു പേടി വന്നുണ്ട് കേട്ടോ. എന്തായാലും കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ പോയിട്ട് ബാക്കി കാണിക്കാം. എന്തെങ്കിലുമൊക്കെ വന്നാൽ ഇങ്ങോട്ടോടും അവിടെയൊക്കെ പാറ എടുക്ക്. എന്തായാലും നടക്കാൻ കേട്ടോ. ഇങ്ങോട്ട് സൂപ്പർ കേട്ടോ. അവിടെയൊക്കെ കാസർഗോഡ് അവിടെയൊക്കെ വെയിലാണെങ്കിലും കാനങ്ങാടൊക്കെ വെയിലാണെങ്കിലും ഇങ്ങോട്ടൊക്കെ നല്ല കോടം കൂടി കിടന്നു. ഇവിടെ ഇന്നലെ മഴ പെയ്തെന്നാണ് പറയുന്നത്. ഞാൻ സൗണ്ട് ഉണ്ടാക്കാൻ കുറച്ച് നേരം പോവുകയാണ്. എന്തായാലും അങ്ങോട്ടെത്തിയിട്ട് വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ചെറിയ പേടിയുണ്ട് എനിക്ക്. എന്നുവെച്ചാൽ അവരെ യാത്ര തുടരുകയാണ് കേട്ടോ. ഫുള്ള് സൈലൻറ്റ്.
ഇതാണോ വഴിയെന്നൊന്നും പറഞ്ഞൂടെ ഇല്ലടോ ഒരുപോലെയൊക്കെ കിടക്കുന്നു കേട്ടോ. ഇതുപോലെയൊക്കെ തോന്നി. അവിടെ ഇടയ്ക്ക് വേറൊരു വഴിയും വെള്ളച്ചാട്ടം പോലത്തെ സംഭവമുണ്ട്. വെള്ളമില്ല. ഇന്നലെ മഴ പെയ്തിട്ടുണ്ട്, ഇന്നലെ ഇന്ന് രാവിലെ. അത് നല്ല തണുപ്പുള്ളത്. മുകളിൽ കോട കാണുമെന്തോ. കോടയെ കൊണ്ട് ഈ സെറ്റാണ്. ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ, നമ്മുടെ കൊല്ലത്തൊരു സ്ഥലമില്ലേ, ആ തമിഴ്നാട് ബോർഡർ. പാമ്പല്ലി അരണയായിരുന്നു, ചെറുതായിട്ടൊന്ന് പേടിച്ചതാ. ഓ കണ്ടാ ഫുള്ള് എൻ്റെ മോനെ കരിയുടെ കൂടി കിടക്കുകയാണ്. പാമ്പുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 മണി വരെ പെർമിഷൻ ഉള്ളൂ, 9 മണി തൊട്ട്. തിരിച്ച് 3 മണിക്ക് കാരണം ഒരു 5 മണിക്ക് മുമ്പ് ഇറങ്ങിയാൽ വേണം. ഏകദേശം 3-4 കിലോമീറ്റർ നടക്കാണ്ട്. നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ട് ക്ലൈമറ്റ് മാറും കേട്ടോ. ഇപ്പം വെയിലൊക്കെ നല്ല വെയിലായിരിക്കും. പെട്ടെന്ന് നമ്മൾ നടന്ന് പാതിയാകുമ്പോൾ പെട്ടെന്നുകൊണ്ട് മഴ പെയ്യും, കോട ഇറങ്ങും. മിനിറ്റിന് ഒരു ഈ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അങ്ങനെ എന്നാലും കാസർഗോഡിൻ്റെ ഒരു പ്രധാന സ്ഥലമാണ് കേട്ടോ ഇത്, ഈ ഒരു ട്രക്ക് സ്പോട്ട്. എന്നാലും പക്ഷേ ആൾക്കാരെ ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു ഇന്ന് ശനിയാഴ്ച ആയിട്ട്. എന്നാലും അധികം ആൾക്കാരൊന്നുമില്ല. വളരെ 4 പേരാണ് ഇത്ര നേരം ഇതിൽ വന്നിട്ടുള്ളത്. ഞാൻ ഉൾപ്പെടെ 5ാമത്തെ ആൾ. പക്ഷെ ഇപ്പം മുകളിൽ കയറുന്ന ആദ്യത്തെ ആൾ ഞാനാണ്. നമ്മുടെ ഈ ഒരു വനത്തിനുള്ളിലുള്ള ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞെന്ന് പറയാൻ ട്രക്കിങ് അവസാനിച്ചു. വനത്തിനുള്ളിലുള്ളത് പെട്ടെന്നൊരു ഓപ്പൺ സ്പേസ് പോലെ വെട്ടമൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ, വെയിലടിക്കുന്നുണ്ട്. ഒരു ബോർഡൊക്കെ വെച്ചിരിക്കണം കേട്ടോ, വിവെയർ ഓഫ് സ്നാക്സ് ഇൻ ദി ഗ്രാസ് ലാൻഡ്, സ്റ്റേ ഓൺ ഡെസിഗ്നേറ്റഡ് ട്രെയിൽ. പാവൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ ഞാനത് ഇത് കണ്ടോ, ഈ ഒരു കാട്ടിലൂടെയാണ് നമ്മൾ നടന്നു വന്നത്. അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അത് നടക്കാൻ. അപ്പോൾ ഈ ഒരു കാട് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഗ്രാസ് ലാൻഡിലോട്ട് പോവുകയാണ്. ഇവിടെ ഒരാൾ പോലും ഇല്ല. വെയിലുണ്ട് കേട്ടോ, പക്ഷെ കുഴപ്പമില്ല. പിന്നെ വെട്ടാൻ മാത്രമേ ഉള്ളൂ, വെയിലിനൊരു ശക്തിയില്ല. പക്ഷെ ഇവിടെ കോടയുണ്ടെങ്കിൽ നൈസാണ് കേട്ടോ. ഓക്കെ കൊള്ളാം. വല്ലതൊക്കെ മാനും കൊണ്ടൊക്കെ നിൽക്കണമെന്തോ. നോക്കിയൊക്കെ പോവാം. അടുത്ത സ്ഥലത്തൊക്കെ പോകാനുള്ളതാണേ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് ഇങ്ങനെയുള്ള മുട്ടക്കൊന്നും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു സ്ഥലം റീലിൽ കണ്ടപ്പോൾ അതാണ്, വേറെ ഒന്നും ആലോചിക്കാതെ. ഇത് കുറച്ച് പഴയ ആനപ്പിണ്ടമാണെന്ന് തോന്നുന്നു. കുറച്ച് ഫ്രഷ് താഴെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം. പുല്ലൊക്കെ ഇങ്ങനെ അടുത്ത് കിളിർത്ത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരാൾ അനക്കം കണ്ടത് ഒരാളുണ്ട്. ഈ ആരാണ് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് പാമ്പെന്ന് വിചാരിച്ച് നോക്കണതാ കരിയിലേ കൂടെ. അത് അരണയായിരുന്നു. അത് ടിക്കറ്റ് നോക്കാൻ വേണ്ടിയുള്ള ആളാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ പുല്ലൊക്കെ ഉണങ്ങിയിട്ട് വീണ്ടും തെളുത്ത് വരുന്നുണ്ട് പച്ച. കൊള്ളാം. ഇത് പച്ചപ്പ് കുറവ്, ഇവിടെ പുതിയത് പച്ചപ്പ് പോലെ വരുന്നുണ്ട്. ഫുള്ളുമൊക്കെ കൊള്ളാം. പക്ഷെ കോടയൊക്കെ വന്നിരുന്ന് നൈസായിരുന്നു. പക്ഷെ എന്ത് ചെയ്യേ, കോടയില്ല. രാവിലത്തെ ഫസ്റ്റ് ബസ്സിൽ കയറി വന്നതാണ് ഞാൻ, എന്നിട്ടും കോട കിട്ടിയില്ല. നമുക്കെന്തായാലും മുമ്പോട്ട് തന്നെ പോവാം. ചുമരത്താകത്ത് കണ്ടോ, അതാണ് നമ്മളെ റാണിപുരം. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ റാണിപുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹില്ലാണ്. ഇത് കണ്ടോ, അത് നമ്മുടെ കർണാടകയിൽ വരുന്ന ഹില്ലാണ് കേട്ടോ. ഇത് ബോർഡറാണ് കേട്ടോ ഈ ഏരിയ. നമുക്കുള്ളതുണ്ടോ പാറ ഉണ്ടോ അങ്ങനത്തെ, അവിടെ വേണം നമുക്ക് പോയാൽ ഏകദേശം 2-2.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് പോക്ക് അതുപോലെ നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നൈസ് വ്യൂ ഒക്കെ തന്നെയാണ് കേട്ടോ. വെയിലുണ്ടെങ്കിലും ചൂടായിട്ട് അങ്ങനെയൊന്നുമില്ല, നല്ല തണുപ്പാണ്, നല്ല ഇളം കാറ്റും. സെറ്റ് സ്ഥലം കേട്ടോ. കിടക്കാൻ ട്രക്ക് സ്പോട്ടാണെന്ന് തോന്നുന്നു. കാരണം നമുക്ക് 2 സൈഡൊക്കെ പുൽമേടാണ്. എൻ്റെ മോനെ, പുൽമേടിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കുന്നു. ഓ കുറച്ച് കോടയൊക്കെ ഉണ്ടായിരുന്നു ഈ സെറ്റ്. പിന്നൊന്നും പറയണ്ട വിഷയം. ഇവിടെ ചിലപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പം കാണുമെന്നോ പറയാൻ പറ്റില്ല. പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നില്ലേ പറഞ്ഞാൽ, ചിലപ്പോൾ മാറിയാലോ, പറഞ്ഞാൽ സത്യമാണോ അല്ലേ എന്നൊക്കെ നമുക്കറിയാമല്ലോ.
വേറെ ഒരു സൗണ്ട്. മരം മുറിക്കുന്നു. കട്ടർവാലിൻ്റെ സൗണ്ട് കേട്ടോ. അതായത് നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ 4-5 പേര് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നു. ഓ, ഫുള്ള് മലയാണല്ലോ. ഇങ്ങോട്ട് തിരിഞ്ഞാലും മല, അതിൻ്റെ ഇടയിൽ കുറച്ച് കാട്. സംഭവങ്ങളാണ് കേട്ടോ. ഈ സ്ഥലമാണ്. ഞാൻ എന്തായാലും കുറച്ചൊക്കെ അങ്ങോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു പോവാം. കാരണം ഫുള്ള് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് വെറൈറ്റി വല്ലതും ഉണ്ടാകും നോക്കട്ടെ. വല്ല ആനയൊക്കെ നിൽക്കണം നോക്കാം, ഷൂട്ട് ചെയ്യാം. ഞാൻ ഇനി അങ്ങോട്ട് പോട്ടെ. എന്നിട്ട് ബാക്കി ഓരോ വിശേഷങ്ങൾ കാര്യങ്ങൾ കാണിക്കാം. ഇവിടെ അതിൽ ഓപ്പൺ ആവുന്നതെന്ന് പറഞ്ഞാൽ 9 മണിയാണ്. 9 മണി തൊട്ട് 3 മണി വരെ. പിന്നെ ഇപ്പോൾ ഞാൻ KSRTC ബസ്സിലാണ് വന്നത്. രാവിലത്തെ ബസ്. 2 ബസ് സർവീസാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒന്ന് രാവിലെ ഇവിടെ കാഞ്ഞങ്ങാട് നിന്നും 8 KSRTC ഓപ്പോസിറ്റുള്ള സ്റ്റോപ്പിലാണ് വരുന്നത് ബസ്. 7:50 ബസ് വരും. 8 മണിയാകുമ്പോൾ എടുക്കും. 8 മണി 8:05 ആകുമ്പോൾ എടുക്കും. അതിനുശേഷം ബസ്സിൽ ഭയങ്കര തിരക്കെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ തിരക്കൊന്നും ഇല്ലായിരുന്നു. സീറ്റിൽ തന്നെ ഇരുന്ന് വരാവുന്ന ആളെ ഉണ്ടായിരുന്നുള്ളൂ. അതും ഫുള്ളായില്ല. അതും ഇവിടെ ഉള്ളവരായിരുന്നു. ആ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് ഈ മല ട്രക്കിങ്ങിന് വന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്ന് 4-5 പേരൊക്കെ പ്രൈവറ്റ് വണ്ടികളിൽ വന്നതാണ്. നൈസ് സ്ഥലം കേട്ടോ. അതുകൊണ്ട ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല തണുപ്പും പുൽമേടും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള കാടും. വന്നാൽ ഇഷ്ടംപോലെ കിട്ടില്ല. ഫോട്ടോസൊക്കെ കിട്ടും. ഒരാളങ്ങോട്ടൊക്കെ കൊണ്ടുവന്നാൽ DSLR ആണെങ്കിൽ 50 രൂപ. GoPro അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ടിക്കറ്റ് ഒന്നും എടുക്കില്ല. പിന്നെ ഡ്രോൺ ഇവിടെ അലോഡല്ല. എന്തായിരുന്നു കേട്ടോ, ഡ്രോൺ അലോഡല്ലെന്ന് പറഞ്ഞു. ഓ, 8 വലയൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കും പോകില്ല. ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു കാസർഗോഡ് ജില്ലയിലെ പത്തനംതിട്ട എന്ന് പറഞ്ഞ വില്ലേജിലെ ഈ ഒരു സ്പോട്ട്, റാണിപുരം എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളൊരു സോളോ ട്രാവലർ ആണെങ്കിലും വരാൻ പറ്റിയ കിടിലൻ ട്രക്കിംഗ് സ്പോട്ട് തന്നെയാണ്. പ്രാവശ്യമൊന്നും ഞാൻ ഇതുവരെ കണ്ടില്ല. നമുക്കിത് ഇങ്ങനെ നേച്ചറൊക്കെ ആസ്വദിച്ച് ചുമ്മാ തേരാ പോരാതെ ഇങ്ങനെ നടക്കാം. കിടിലൻ കേട്ടോ. എന്തായാലും ലക്ഷ്യം എന്താ, അങ്ങനത്തെ മൂലയിലുള്ള ആ ഒരു പാറയാണ്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പാറയിൽ നമുക്ക് എത്തണം. മറ്റവരെ നമ്മളിതാ ഇങ്ങനെ കുറച്ച് ദൂരം നടന്നു, കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. ചെറിയൊരു വെയിലൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ഫുള്ള് പാറയും വ്യൂ ഒക്കെ ആണ് നൈസ്. റെസ്റ്റ് എടുത്ത സമയത്ത് ഒരു ബാച്ച് നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോയി കേട്ടോ. ഓട്ടമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നു. ഇരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പോകുന്ന വഴിയുണ്ട് ഇപ്പോൾ കുറച്ച് കണ്ട ഇതുപോലുള്ള പാറ പോലുള്ള സംഭവമായി. ഇനി ഒന്നും ആയില്ല. കിടക്കുന്നുണ്ടോ, അങ്ങ് പോകണം നമുക്ക്. കിടക്കുന്ന ആ പോയിൻ്റ് അല്ല കേട്ടോ. കിടക്കുന്നുണ്ടോ അങ്ങ് ഒരു കുന്നിറങ്ങി അടുത്ത കുന്നിറങ്ങിയാണ്. അവിടെ വേണം പോകണ്ട കേട്ടോ. അമ്പോ സീന് തീ പാറുന്നു. എടാ മോനെ, ഇനി കുറച്ച് കാട് വരുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇവിടേക്ക് ഇരിക്കുമ്പം കുറേ നേരം ഇരിക്കുമ്പം കാറ്റുണ്ടെങ്കിലും ചൂട് ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ. നമുക്കെന്തായാലും അവിടെ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം കൂടെ ഇരിക്കാം. ഫോട്ടോയ്ക്കൊക്കെ കിട്ടില്ല, ഫോട്ടോസൊക്കെ കിട്ടും കേട്ടോ. കപ്പിൾ സെറ്റും ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്രണ്ട് സെറ്റും കപ്പിൾ സെറ്റൊക്കെ വരാൻ പറ്റിയ കിട്ടില്ല സ്ഥലം. പക്ഷേ രാവിലെ ഇവിടെ 8 മണിക്കാണ് ഇവിടെ ഓപ്പണിങ്. അപ്പോഴും തന്നെ വരാൻ ശ്രമിക്കുക. ഇത് എന്തോന്നിൻ്റെ ഒരു കാഷ്ടമായിരുന്നു കേട്ടോ. എന്തോ തിന്നിട്ട്. അപ്പോൾ അത് കുറച്ച് പഴയതാണ്. എന്തെങ്കിലും നിൽക്കുന്ന നോക്കിയതാ, വേറെ ഒന്നുമില്ല. ചെറുതായിട്ടൊന്നും വീഴാൻ പോയതാ, പിടിക്കണ്ട.
അടുത്തൊരു ഫോറസ്റ്റ് പോലത്തെ വീണ്ടും ഒരു ഏരിയ, കുറച്ച് ദൂരം ഫുൾ ഓപ്പണ്, വീണ്ടും ഫോറസ്റ്റ് പോലത്തെ ഏരിയ, അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത്. എന്തായാലും ഇതെവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കട്ടെ. ഈ ഒരു വഴി കൂടെ ഒന്ന് വീണ്ടും അടുത്തൊരു ഓപ്പൺ സ്പേസ് ഉള്ള അടുത്ത് ചെന്ന് കയറിയാണ് കേട്ടോ. റെസ്റ്റ് എടുത്ത് പോകാം. ഇഷ്ടം പോലെ നല്ല തണുപ്പുള്ള സ്ഥലമുണ്ട്. ഇതുപോലെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലം ഭയങ്കര തണുപ്പാണ്. കണ്ടോ, നൈസ്. പക്ഷെ ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുവരാത്തതുകൊണ്ട് സ്നാക്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ടാസ്ക് ഉണ്ടല്ലേ, കൊല്ലം കഴിച്ചും കൊണ്ട് കയറായിരുന്നു. വേണമൊക്കെ നല്ലതാണ്, കാരണം അങ്ങനെ നിർമ്മിച്ചാൽ ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് ഇട്ട് കുളമാക്കും. എന്തായാലും നമുക്ക് അങ്ങോട്ട് വീണ്ടും കയറാം. പാതിയതേ ഉള്ളൂ കേട്ടോ. ബാക്കി അങ്ങോട്ട് നടക്കാം. ഇരിക്കാൻ വേണ്ടി അടുത്തൊരു ഇതുണ്ട്, വെയിലുള്ളതുകൊണ്ട് വേണ്ട, അവിടെ ഇരിക്കുന്നില്ല. മുകളിലോട്ട് പോവാം നമുക്ക്. കിടക്കണണ്ട വ്യൂ സൂപ്പർ. പക്ഷേ വെയിൽ ക്ലൈമറ്റ് പോരാ. കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ സെറ്റായിരിക്കും. ഇവിടെയൊക്കെ കോടയിലൊക്കെ മുങ്ങിക്കിടക്കുന്ന വീഡിയോസൊക്കെയാണ് കൂടുതലുള്ളത്. ഇവിടെ കോട വന്നു വൈകുന്നേരം ആകുമ്പം കോട ഇറങ്ങും 3 മണിക്ക് ശേഷം. ഇവിടെ നല്ല തണുത്ത കാറ്റുണ്ട്, എന്നാലും മുകളിലോട്ട് കയറുന്നവർ നല്ല കണുത്ത കാറ്റുണ്ട്. അങ്ങോട്ട് കയറുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അത് കൂടെ കൂടുമെന്ന് തോന്നുന്നു. ഓക്കെ, ഫുള്ള് വ്യൂ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രക്കിനൊക്കെ വരാൻ പറ്റിയവർക്ക് ഇഷ്ടപ്പെടുന്ന കിട്ടിയ സ്ഥലം തന്നെയാണിത്. ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഒരു ഓല ഷെഡ് ഉണ്ടായിരുന്നു, അവിടെ കിടന്ന് ഞാൻ അങ്ങ് ഉറങ്ങി. അവിടെ കിടന്നപ്പോൾ നല്ല തണുത്ത കാറ്റുള്ളതുകൊണ്ട് ഞാൻ അതിൽ കിടന്ന് മയങ്ങി. കുറേ ആൾക്കാർ അപ്പുറത്തേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോയി കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടൊക്കെ വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് ഒരു കർണാടകയിൽ നിന്നൊരു ഒന്ന്. അപ്പോഴാണ് ഞാൻ എണീറ്റിങ് വന്ന് എണീറ്റ് വീണ്ടും നടക്കാൻ ആരംഭിച്ച്. നല്ല രസമുണ്ട് കേട്ടോ. വിശക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം കറക്റ്റ് 12 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴുള്ള ഒരിതാണ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. തണുപ്പുണ്ടെങ്കിലും കറക്റ്റ് ഡയറക്റ്റ് ആ സൺലൈറ്റ് അടിക്കുന്നുണ്ട്, ആ ഒരു ചൂടുണ്ട്. എന്നാൽ തണുത്ത കാറ്റാണ് വീശുന്നത്. കുഴപ്പമില്ല, എന്തായാലും വ്യൂ ഒരു കുറവില്ല. നോക്കാണ്ടേ അങ്ങെത്തണം. എൻ്റെ മുന്നോ സംഭവം 4-5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നടക്കാൻ. ആ ഒരു ഇതുണ്ട്. എന്തായാലും റെസ്റ്റ് എടുത്ത് പോയ സെറ്റാണ്. നമ്മളെ നിരാശനാക്കൂല. ഇതുവഴി ഈ പാറ വഴിയൊക്കെ കയറി നമുക്ക് ഇങ്ങനെ പോയി അവിടെയൊക്കെ നിന്ന് വ്യൂ പോയിൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാം. വേറെ വിഷയമൊന്നുമില്ല. ഇനിയിപ്പോൾ വലിയ കയറാൻ വയ്യ. ഞാൻ എന്തോ ആ ഒരു സ്പോട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. അച്ഛൻ്റെ വന്നപ്പോൾ ഒത്തിരി പേരായിട്ട് കമ്പനിയൊക്കെ ആയി കേട്ടോ. സംഭവം മുകളിലോട്ട് കയറുന്നവർ ഇത്രയും വെയിലടിക്കുന്നുണ്ടെങ്കിലും ഉച്ച സമയമാണെങ്കിലും നല്ലൊരു തണുത്ത കാറ്റിൻ്റെ ആ ഒരു ഇതുള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. കുഴപ്പമില്ല, ഓക്കെയാണ്. മാർച്ച് മാസമല്ലേ, എല്ലാവരും അതാണ് പറയുന്നത്. ഈ മാസം ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വെളുപ്പിന് വന്നാലേ ആ ഒരു ഇത് കിട്ടുള്ളൂ. വൈകുന്നേരം ഇപ്പം സൂര്യാസ്തമിക്കുന്നതൊക്കെ താമസിച്ചു, അതുകൊണ്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്താലും കോട വരുന്ന സംശയമാണ്. അല്ലെങ്കിൽ മഴക്കോട് പെട്ടെന്ന് കൊണ്ടുപോകുന്നു, അങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ. പക്ഷെ വ്യൂ കാണില്ല, നൈസ് ഫുൾ പുൽമേടാണ് കേട്ടോ. വേണ്ട ഫുൾ വ്യൂ വേണ്ട ഇവിടുത്തെ. അത് മറ്റേ ഇതൊക്കെയാണ്, മറ്റേ ആനയൊക്കെ വരാതിരിക്കാൻ വേണ്ടി മറ്റേ സംഭവമൊക്കെ വെച്ചിട്ട് മതിലുപോലെ ചെയ്തിട്ട് മറ്റേ എക്കോ ടൂറിസ്റ്റ് എന്താ സംഭവമാണെന്ന് തോന്നുന്നു, എന്തോ കെട്ടിട്ടുള്ളത്. എന്താ ആ എഡ്ജിലൊക്കെ നമുക്ക് പോയി നിൽക്കാൻ പറ്റും. വഴിയാറ്റിൽ ഈ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. അതിൻ്റെ അപ്പുറത്ത് അങ്ങ് കൊക്കയാണ്, അതിലൊക്കെ പോകാൻ നല്ല രസമുണ്ട്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, നൈസ് സ്ഥലം. ഈ സ്ഥലമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൽ ഇനി നമുക്ക് അവിടെ ഒരു പാറയൊക്കെ ഉണ്ട് കേട്ടോ, ഏറ്റവും കൂടുതൽ റീലിലൊക്കെ എൻഡ് പോയിന്റിലൊക്കെ പാറ. അവിടെയാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇതിൽ ഞാൻ ബാക്കി കാണിച്ചു തരാം. മറ്റവരെ നമ്മളിപ്പോൾ ഫൈനൽ ആ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇറങ്ങുന്നുണ്ടോ, അതാണ് ആ ഒരു പാറ. അവിടെ ചെന്നിട്ട് നമ്മൾ അവിടുത്തെ വ്യൂസും കാര്യങ്ങളും കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടത്തേക്ക് വ്യൂ കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തിയിട്ട് ബാക്കി ഈ ഒരു പാറയിൽ മണ്ടേ കയറിയിട്ട് വേണം നമുക്ക് ആ കാണുന്ന വലിയ പാറയുടെ മണ്ടേ കയറണം. ഇങ്ങനെ കറങ്ങി നമുക്ക് കയറാൻ പറ്റും.
കയറിയിട്ട് താഴെ വീണാൽ അങ്ങ് താഴെ പോകും കേട്ടോ. അതൊക്കെ കുഴി വേണ്ട, അത്യാവശ്യം നല്ലൊരു കുഴിയുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. ഓ, ഒന്നിനൊന്നിനും മെച്ചം പോലെയാണ് കേട്ടോ. സൂപ്പർ നൈസ് കേട്ടോ. 2 മാസമൊക്കെ കഴിയുമ്പോൾ മഴയൊക്കെ പെയ്ത് വീണ്ടും ഈ പുല്ലൊക്കെ നല്ല തടിച്ച് വളർന്ന് കിടക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും. കുറച്ചുകൂടെ നിറഞ്ഞ് കിടക്കും. പക്ഷെ അപ്പോൾ ഈ പുല്ലിടയിലൊക്കെ മറ്റേ നിറയെ അട്ടയാണ് അങ്ങോട്ട്. നമ്മുടെ മറ്റേ രക്തം കുടിക്കുന്ന ആ ഒരു അട്ടയാണ്. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, നൈസ് നല്ല തണുത്ത കാറ്റ് കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ട് അത്യാവശ്യം. എൻ്റെ പൊന്നു സൂപ്പർ, നല്ല രസം തോന്നുന്നു കേട്ടോ. അതൊക്കെ വ്യൂ ഉണ്ടോ? ഓ നൈസ് വ്യൂ അല്ലേ. ഇവിടുത്തെ 360 ആ മുകളിൽ നിന്നൊക്കെയുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇതാണ് ഇവിടെ നോക്കുമ്പോൾ ഉള്ളത്. അങ്ങ് താഴോട്ട് കൊക്കെയാണ് കേട്ടോ. കോടയൊക്കെ ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ നല്ല ഫുള്ള് വിസിബിളായിട്ട് നമുക്ക് കാണാം. എന്തായാലും രാത്രിയും കൂടെ ഇറങ്ങും, രാവിലെ നല്ല വെളുപ്പിന് വരേണ്ടി വരും. 8 മണിക്കൊക്കെ വന്നാലും ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്താ വന്നാലും ഞാൻ വന്നപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 1:45 കേട്ടോ. ആ സമയത്തുള്ള ഒരു വ്യൂ ഇത് ഞാൻ വന്ന വീട്ടിൽ അവിടെയൊക്കെ കയറി കിടന്നു. അങ്ങനെയൊക്കെ സമയം പോയതാണ് കണ്ടോ. എന്തായാലും ഇനി കുറച്ച് നേരം കൂടെ ഇവിടെ ഇരുന്നിട്ട് ഇറങ്ങുള്ളൂ കണ്ടോ. പക്ഷേ വരെ നമ്മൾ റാണിപുരം ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങിക്കൊണ്ടോ പെട്ടെന്നുകൊണ്ട് നോക്ക്, മഴയിരിട്ടായി കേട്ടോ. പെട്ടെന്നുകൊണ്ട് കണ്ട ക്ലൈമറ്റ് മാറുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാ മഴയിരിട്ടായി, ഫുള്ള് നോക്ക്, ഫുള്ള് ഇരുട്ട് പോലെയൊക്കെ ആയി കേട്ടോ. അത്യാവശ്യം നല്ല ഇരുട്ട് പോലെയായി. ഇപ്പം 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പെട്ടെന്നുകൊണ്ടാണ് ഇങ്ങനെ ക്ലൈമറ്റ് പറയും. ഇനി എപ്പം വേണം ഒരു മഴ പെയ്യാം. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിയാണ്. കാരണം എൻ്റെ കയ്യിൽ കോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വരുന്നവർ അത് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കുടയോ അങ്ങനെ കോട്ടോ എന്തെങ്കിലും കരുതിയിരിക്കുക. കാരണം പെട്ടെന്നുകൊണ്ട് നിമിഷം കൊണ്ട് ഇനി പെട്ടെന്ന് കോട ഇറങ്ങി മഴ പെയ്യും. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ.